പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ചോദിച്ചും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ചോദിച്ചും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ചോദിച്ചും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ ദൈവമേ, ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയും. നിൻ്റെ കാരുണ്യവും സ്നേഹവുമാണ് ഓരോ പ്രഭാതവും കാണുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം. ഇന്നേ ദിനം പ്രത്യേകിച്ചും കായനെയും ആബേലിനെയും കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കായൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമായിരുന്നു. രണ്ടുപേരും കാഴ്ചയർപ്പിച്ചു. കായൻ്റെ കാഴ്ചയിൽ അവൻ സംപ്രീതനായിരുന്നു. ആബേലിൻ്റെ കാഴ്ച പ്രസാദിച്ചതിൽ കായന് അസൂയ തോന്നി. ആബേലിനെ കൊല്ലുവാൻ അവൻ തീരുമാനിച്ചു. അവൻ്റെ രക്തം പ്രതികാരത്തിനായി ദാഹിക്കുന്നു കർത്താവേ, നീ ഞങ്ങളെ ഇന്ന് ഓർമ്മിക്കും. കായനെ പോലെ പലപ്പോഴും പ്രതികാര ബുദ്ധിയോടും ദൈവകൃപ നഷ്ടപ്പെടുന്ന ചിന്തയോടും ഞങ്ങൾ അർപ്പിക്കുന്ന ബലികളിൽ അങ്ങ് പ്രസാദിക്കാത്തത് ഉണ്ടാകും. ഞങ്ങൾ അസ്വസ്ഥനാകുമ്പോൾ അങ്ങ് ചോദിക്കുന്നുണ്ടോ, എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സംപ്രീതനാവുകയില്ല. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ബലികളിൽ സംപ്രീതനാകണം. ഞങ്ങളുടെ ബലഹീനതകളിൽ കുറവുകളെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും നിൻ്റെ സാമീപ്യവും ഓരോ നിമിഷവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. കാരുണ്യവാനായ കർത്താവേ, ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈശോയെ, അടയാളങ്ങൾ അന്വേഷിക്കുന്ന തലമുറയെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യവും സമീപ്യവും നഷ്ടപ്പെടാതെ ജീവിക്കാൻ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോ ആരാധന.